ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, റെഡ് കളറിലെ ഷുഗർ ബീഡ്സ്. അതുപോലെ ഫ്ലാറ്റ് ബീഡ്, ഈ റെഡ് കളറിൽ തന്നെ ഫ്ലാറ്റ് ബീഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ നെക്കൊക്കെ എങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേർക്ക് വരയ്ക്കാനൊന്നും അറിയാൻ വയ്യാത്ത അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനിവിടെ റഫായിട്ടാണ് കേട്ടോ വരച്ച് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ മെറ്റീരിയലിലേക്കൊക്കെ വരയ്ക്കുമ്പോൾ വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് വേണം വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് റഫായിട്ട് ഞാനിവിടെ കാണിച്ചു തരുവാണ് കേട്ടോ നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കും യോക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അളവെടുത്ത് തന്നെ വേണം ചെയ്യാനായിട്ട്. ഓരോരുത്തർക്കും മെഷർമെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മെഷർമെൻറ്റ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വരച്ച് കൊടുക്കാനായിട്ട്. നെക്കിൻ്റെ ഇറക്കവും അതുപോലെ ഷോൾഡറിൻ്റെ വിട്ടും ഒക്കെ എത്രയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ യോക്ക് പോർഷൻ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. യോക്ക്, അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 14 ഇഞ്ചാണ് വേണ്ടത്. യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് നമുക്കിവിടെ വേണ്ടത്. എന്നിട്ട് 15 ഇഞ്ച് എന്ന് പറയുന്നത് ആ ഹാഫ് പോർഷൻ, ഇപ്പോൾ വരച്ചിട്ടുള്ള ഒരു ഹാഫ് പോർഷൻ നമുക്ക് സീം എലമെൻറ്റ്സ് പോവാൻ വേണ്ടിയാണ്. അതുപോലെ മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്തും ഹാഫ് ഇഞ്ച് നമുക്ക് പോകും. അതും കണക്കാക്കി വേണം നമ്മൾ യോക്ക് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഞാൻ, അതായത് നമ്മളുടെ ഒരു 14 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഞാൻ ഒരു ജസ്റ്റ് ബോക്സ് പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിറയെ നമുക്ക് ബീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് അവിടെ വരുന്നുണ്ട് യോക്കിൻ്റെ താഴെയായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ പേപ്പറിലേക്കൊക്കെയാണ് വരയ്ക്കുന്നെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. അതുപോലെ വളരെ നീറ്റായിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് റഫായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുകയാണ്. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു മെത്തേഡ്സ് കാണിച്ചു തരുകയാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു താഴത്തെ യോക്ക് പോർഷൻ വളരെ തിക്കായിട്ട് നമുക്ക് റൗണ്ട്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു പോയിൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഷുഗർ ബീഡ്സാണ് കേട്ടോ വരുന്നത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. പാർട്ടി വെയർ ആണ്. നമുക്ക് ത്രെഡ് വർക്ക് ഒന്നും നമുക്കിവിടെ വരുന്നില്ല. നമുക്കിവിടെ ആരി നീഡിലും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ നീഡിലും മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ്റെ അവിടുന്ന് മുകളിലേക്ക് നമ്മൾ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ 4 ഇഞ്ചിൻ്റെ മുകളിലേക്ക് വരുന്തോറും നമുക്ക് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്താണ് വരുന്നത്. തിക്കല്ല, വളരെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബീഡ്സുകളാണ് നമുക്ക് വരുന്നത്. 4 ഇഞ്ചിന് മുകളിലേക്ക് താഴത്തെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് തിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ താഴെ നമ്മൾ വളരെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്ക് വരുന്തോറും സ്പ്രെഡ് ചെയ്തുമാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു താഴത്തെ ഈ ഒരു തിക്ക് പോർഷൻ തന്നെ നമ്മൾ സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൽ ചെയ്യാൻ നേരം സ്ലീവിൽ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത്, ഇവിടെ ഇപ്പോൾ 4 ഇഞ്ചാണല്ലോ യോക്കിൽ അടയാളപ്പെടുത്തിയത്. സ്ലീവിൽ നിങ്ങൾക്ക് 5 ആണോ 6 ആണോ എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ എഡ്ജ് പോർഷനിൽ നിന്ന് മുകളിലേക്ക് മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട്സ് കൊടുത്ത് നമ്മൾ വരച്ചു ഫില്ല് ചെയ്ത് ബീഡ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെ താഴത്തെ പോർഷൻ, നമ്മുടെ തിക്ക് പോർഷൻസ് വരുന്നിടത്തൊക്കെ ഞാനിവിടെ ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റ് ബീഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റ് ബീഡ് ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളുടെ ഷുഗർ ബീഡ്സ് ഞാനിവിടെ ഒന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷുഗർ ബീഡ്സ് എത്രയാണോ അളവ് വേണ്ടതെന്നുള്ളത് നോക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ ത്രെഡിലേക്ക് കയറ്റി ആ ഒരു ബീഡുണ്ടല്ലോ, ആ ഒരു ബീഡിൻ്റെ അകത്തോടി വേണം നമ്മൾ ഈ ഒരു ത്രെഡ് വലിച്ച് താഴേക്കാക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആ ഒരു റൗണ്ട് ബീഡിൻ്റെ ഉള്ളിൽ ചുറ്റി ഇങ്ങനെ കിടന്നോളും. ഇവിടെ നമുക്ക് ലോക്ക് ഇട്ട് ഇതുപോലെ കൊടുത്താൽ മതിയാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കുറച്ച് റൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആ റൗണ്ട്സുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇതുപോലെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ഭാഗമാണിത്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.